ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നമുക്ക് ഒത്തിരി കഴിക്കാൻ ഇഷ്ടമുള്ള എഗ് 65ൻ്റെ റെസിപ്പിയാണ്. ശരിക്കും വൈകുന്നേരങ്ങളിൽ നമുക്ക് ചായയുടെ കൂടെയൊക്കെ ശരിക്കും സെർവ് ചെയ്യാൻ അല്ലെങ്കിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാനൊക്കെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയുടെ മഞ്ഞ നമ്മൾ എടുത്തിട്ടില്ല, വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മുട്ടയുടെ മഞ്ഞ വെച്ചും ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് നമ്മുടെ ഈ മുട്ടയുടെ വെള്ളം മാത്രം ഉപയോഗിക്കുമ്പോഴാണ്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലൊന്നും മുറിച്ചെടുക്കുക കത്തി വെച്ചിട്ട്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതാണ്. ഇനി നമുക്ക് പച്ചമുളക് ഞാനിവിടെ ഒന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ഉപയോഗിക്കാവുന്നതാണ്. കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പിരിയമുളക് പൊടിച്ചിട്ടുള്ളത് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇനി ആവശ്യമായിട്ടുള്ളത് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറാണ്. പൊടികളുടെ ഒന്നും അളവ് കൂടുതൽ ഉപയോഗിക്കരുത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ബ്രെഡ് പൊടിച്ചത് ചേർക്കണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് മൈദയാണ് ചേർക്കുന്നത്. ഈ പൊടികൾ ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിനകത്ത് നമുക്ക് കറിവേപ്പില കൂടി ഉപയോഗിക്കാം കേട്ടോ. കറിവേപ്പില അല്ലാണ്ട് നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ 1 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ മുട്ടയുടെ മഞ്ഞോട് കൂടി തന്നെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളതാണ്. അതായത് ടോട്ടൽ നമ്മൾ 4 മുട്ട എടുത്തു കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. ഉപ്പോ എരിവൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് ഒരൊറ്റ കാര്യം മാത്രമേ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളൂ. ഇതിപ്പോൾ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ കുഴച്ച് നോക്കി കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി നോക്കുമ്പോൾ നമുക്കങ്ങ് റോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഇത്തിരി ബ്രെഡ് പൊടിച്ചത്, അതല്ലെങ്കിൽ ഒരു ഇത്തിരി മൈദ, ഏതെങ്കിലും ഒന്ന് ചേർക്കാം. ഞാനിപ്പോൾ ബ്രെഡ് പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ മൈദയുടെയോ ബ്രെഡ് പൊടിച്ചതിൻ്റെയോ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പുറമേ ഭയങ്കര ഒരു ഹാർഡ് ടെക്സ്ചർ പോലെ ഉണ്ടാവും. അപ്പോൾ കഴിക്കാൻ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ നിങ്ങളിത് കുഴക്കുമ്പോൾ അളവ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എണ്ണയിലിടുമ്പോൾ അങ്ങ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ അത്യാവശ്യത്തിന് മാത്രം ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഈ പറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി നമ്മൾ നല്ലതുപോലെ എണ്ണ ചൂടാക്കി എടുക്കുക. അതിൻ്റെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ബൈൻഡ് ചെയ്യുന്നത്, അതായത് ഇതിനകത്ത് ചേർത്തിട്ടുള്ള മൈദയുടെയും ബ്രെഡ് പൊടിയുടെയും അളവ് നല്ല കറക്റ്റായിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പുറമേ ചെറുതായിട്ടൊരു ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാകുക. നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് ഇനി ഫൈനലായിട്ട് നമ്മളൊരു ചെറിയൊരു സോസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സോസ് കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട്, കാരണം ഇതിനകത്ത് ചെറിയൊരു കോട്ടിങ് മാത്രമല്ലേ ആകെ എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇതങ്ങ് മൊരിഞ്ഞ് വരും. ഏകദേശം ഈ ഒരു കളറായി കിട്ടിയാൽ മതി. ഒത്തിരി ഡാർക്ക് കളറായി വരേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിനി ഇതിനകത്ത് സോസിലൊന്ന് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു സോസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയല്ല കേട്ടോ, വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞിട്ടുള്ളതും 3 പച്ചമുളക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 തണ്ട് കറിവേപ്പില. നമ്മൾ സാധാരണ 65 ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു രീതി തന്നെ. എന്നിട്ട് എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ മതി. ആ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നവരെ. അതിനുശേഷം ഇതിനകത്തോട്ടേക്ക് കുറച്ച് ഉപ്പും ആ ഒരു ചെറിയ കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പിരിയമുളക് പൊടിച്ചിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പച്ചമണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയം മാത്രം ഒന്ന് എണ്ണയിലെടുത്തൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അതിൻ്റെ പൊടിയുടെ മണവും കാര്യങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് സോസാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ സോസ് ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് ടൊമാറ്റോ സോസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ടേസ്റ്റിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. കറക്റ്റ് അളവിൽ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് ആ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയൊക്കെ ഒരു ഫ്ലേവർ കറക്റ്റായി മിക്സ് ആയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നല്ലതുപോലെ കോട്ടായിട്ട് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് പച്ചമുളകിൻ്റെയൊക്കെ അളവ് കുറച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ വിരുന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ശരിക്കും സൈഡായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് എഗ് 65. എന്തായാലും ഇഷ്ടമാകും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.